പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് PCOD പല സ്ത്രീകളും നേരിടുന്ന വലിയൊരു പ്രശ്നമാണിത്. വളരെ സങ്കീർണതയിലൂടെ കടന്നു പോകുന്ന ഒരു രോഗാവസ്ഥയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീകളുടെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. PCOD ഉള്ളവർ ഭക്ഷണത്തിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. PCOD ഉള്ളവർ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കണം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, തൊലിയോട് കൂടിയ മില്ലറ്റ് എന്നിവ കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഹോർമോൺ വ്യതിയാനം വരാതിരിക്കുന്നതിനും സഹായിക്കും. മുഴുധാന്യങ്ങളിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും സിങ്ക്, ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ് തുടങ്ങിയ ധാതുക്കളുമുണ്ട്. മാത്രമല്ല സസ്യ സംയുക്തങ്ങളായ പോളിഫിനോൾസ്, സ്റ്റാനോളുകൾ, സ്റ്റീറോളുകൾ എന്നിവ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കുന്നു. തൊലി കളയാത്ത മുഴുവനായുള്ള പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് PCOD തകരാറിനെ കുറയ്ക്കുന്നു. സോയാബീനിലുള്ള ഐസോഫ്ലേവോണുകൾ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞത് അരക്കപ്പ് പയറുവർഗ്ഗങ്ങൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിൽ അന്നജത്തിന്റെ അളവ് കുറയ്ക്കണം. അരിയാഹാരം, മധുരം എന്നിവ നിയന്ത്രിക്കണം. കൊഴുപ്പ് കുറയ്ക്കണം. മാംസാഹാരം നിയന്ത്രിക്കണം. കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ചോക്ലേറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മൈദ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മുൻതൂക്കം നൽകുക. പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല നല്ല ചികിത്സയും ഡയറ്റും വ്യായാമവും ഒക്കെ ആയാൽ തീർച്ചയായിട്ടും PCOD പമ്പ കടത്താനാകുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്.